ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു മോർണിംഗ് വ്ളോഗ് എടുത്താലോ എന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മോർണിംഗ് വ്ളോഗ് എന്ന് വെച്ചാൽ കാലത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ കാലത്തിന് ഞാൻ ഇൻറ്റ് വന്നിട്ടുണ്ട്, കണ്ണും തിരുമ്മി. ഒരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ. അപ്പം ചേട്ടന് ജോലിക്ക് പോകേണ്ട ദിവസമാണ്. അപ്പം നമുക്ക് നമ്മുടെ അംഗം തുടങ്ങാനുള്ള സമയമുണ്ട്. അപ്പോൾ കാലത്ത് തന്നെ ഇൻറ്റ് വന്നാൽ എനിക്ക് പല്ല് തേക്കണം, അത് നിർബന്ധമാണ്. എനിക്കിങ്ങനെ വേറെ പണികളൊക്കെ ചെയ്തിട്ട് പല്ല് തേക്കാനൊന്നും പറ്റില്ല, നേരത്തെ തന്നെ പല്ല് തേക്കണം, അല്ലെങ്കിൽ എനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരും. അതിന് ശേഷം നമുക്ക് ചായ വെച്ചങ്ങോട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാനായിട്ട് പാല് ഏറ്റവും കുറഞ്ഞ തീയിൽ ഞാനിങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കുറച്ച് തിളച്ച് വന്നേക്കാൻ മുമ്പ് കുറച്ച് പരിപാടികൾ ചെയ്യാം. ഞാൻ കുറച്ച് ഫേസ് കെയറും കാര്യങ്ങളൊക്കെ സമയം കിട്ടുമ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് ഈ ഒരു ഐസ് വെച്ചിട്ട് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യും. ഇത് സമയമുള്ളപ്പം മാത്രം ചെയ്യുന്ന പരിപാടി കേട്ടോ, എന്നൊന്നുമില്ല. അങ്ങനെ മുഖത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ മുഖത്ത് പറ്റണം. അപ്പം ഞാൻ ഇതാണ് പറ്റിയത്. അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. നമ്മുടെ പാല് തിളച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ഏറ്റവും കുറച്ചാണല്ലോ ഇട്ടിരുന്നത്. അപ്പോൾ വേഗം തന്നെ ചായപ്പൊടിയല്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ട് കാപ്പിയാണ്. അപ്പോൾ കാപ്പിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ തലേദിവസം വെച്ച ചിക്കൻ കറിയുടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പം ഞാനത് ചൂടാക്കുകയാണ്. നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ, അരി ഇടാനായിട്ട്. പിന്നെ ഇത് എൻ്റെ വാട്ടർ ബോട്ടിലറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വെള്ളമൊക്കെ നിറച്ച് എല്ലാ ദിവസവും വെക്കും. ഇതിലാണ് ഞാൻ വെള്ളം കുടിക്കുക. അപ്പോൾ ഇത് എനിക്ക് ലാസ്റ്റ് ടൈം ഞാൻ മുംബൈ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ച കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ടിലെ ഭാഗം, അടയ്ക്കണ ഭാഗത്തിൻ്റെ എന്തോ ഒരു സംഭവം ഒയ്ക്കെടുക്കണം, അത് കാരണം പിന്നെ അത് അടയില്ല. ഇനിയിപ്പോൾ ഈ കാട്ടാൻ പോണത് ഭയങ്കര സിമ്പിളായിട്ടുള്ള പരിപാടി കേട്ടോ. ഇത് ഞാൻ പേളിമാണിയുടെ വ്ളോഗിൽ ആണെന്ന് തോന്നുന്നു, പണ്ട് കണ്ടൊരു ഓർമ്മയുണ്ട്. അതായത് മുട്ട 2 പൊട്ടിച്ച് വെച്ച് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുരുമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് വറക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാനുള്ള വെജിറ്റബിൾസ് ഒക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. ക്യാരറ്റോ തക്കാളിയോ നമ്മുടെ സവാളയോ എന്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ റിച്ചുവിന് വേണ്ടി ഉണ്ടാക്കണം കേട്ടോ. കാരണം പുട്ടാണ് കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തേക്കണേ. അവന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അവൻ്റെ വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടി കാലത്ത് തന്നെ എനിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അതേപ്പോൾ ഇത് ഉണ്ടാക്കണം. കേൾക്ക് മാത്രമല്ല കേട്ടോ, ആർക്കും വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാൻ പുട്ട് ഉണ്ടാക്കാനായിട്ട് കുക്കർ അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മുടെ കുക്കറിന് മുകളിൽ വെക്കണ മറ്റേ ചിരട്ടപ്പുട്ട് പോലത്തെ സംഭവമില്ലേ, അതിലാണ് നമ്മൾ പുട്ട് ഉണ്ടാക്കാറ്. അപ്പോൾ പുട്ടിനൊക്കെ ഞാൻ വേഗം വെള്ളമൊക്കെ ഒഴിച്ച് നനച്ചെടുക്കുകയാണ്. കേട്ടോ. അപ്പോൾ എനിക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഇടയ്ക്ക് പോയിട്ട് കറിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കും. അങ്ങനത്തെ എടുത്ത് കഴിക്കുന്ന പരിപാടികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. ഇതൊക്കെ വേഗം വേഗം കഴിയും കേട്ടോ, അത്രയ്ക്ക് സമയം കാര്യങ്ങളൊന്നും എടുക്കില്ല. സാധാരണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലത്ത് തന്നെ ഉച്ചത്തേക്കുള്ളതും ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഇടയ്ക്ക് മടിയുള്ള ദിവസങ്ങളിലാണ് ചില ദിവസങ്ങളിൽ നമ്മൾ ചായ കുടി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള കറി ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ ചിന്തിക്കുക. അപ്പോൾ ഇന്നത്തെ അതുപോലെയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിക്കാനായിട്ട് ചേട്ടനും ഒരു 9 മണിയാകുമ്പോൾ പോകണം കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാനും ചേട്ടനും ഒരുമിച്ച് ചായ കുടിക്കാൻ പോവാണ്. റിച്ചു ആ നേരമായപ്പോഴേക്കും ഇട്ടിട്ടില്ല കേട്ടോ. പുട്ടും ചിക്കൻ കറിയും നല്ല കോമ്പിനേഷനല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടനും പോകാനുള്ള നേരമായി. ചേട്ടൻ പോവാണ്. ഇനി കുറച്ച് നേരം അവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം